നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നിഷ സാരംഗ് എന്ന് പറയുന്ന നമ്മുടെ ചേച്ചി തീർച്ചയായിട്ടും പാലുംപഴം എന്ന് പറയുന്ന ആ ഒരു ചിത്രം കണ്ടിറങ്ങിയപ്പോ ഞാനൊന്ന് ചോദിക്കാൻ ചെന്നതാണ്. അപ്പൊ ആ ചേച്ചി നിങ്ങൾ തിരികെ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും പാലും പഴവും തന്നെയാണോ ആരത് എവിടെയായിരുന്നു ഇത് കണ്ടില്ലല്ലോ. പാലും പഴവും തന്നെയാണ്. നമ്മൾ ഉപ്പുമുളക് നിങ്ങൾക്ക് ഉപ്പുമുളകായിട്ട് ഫീൽ ചെയ്യണില്ലേ? പാലും പഴമായിട്ട് തന്നെ ഫീൽ ചെയ്യും. കാണും. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് നല്ലൊരു ഗിഫ്റ്റ് ആണോ? ഉറപ്പായിട്ടും നമ്മളൊരു പടം കാണുമ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ ആ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നതും വരെ ആ കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ആര് കയറിയാലും അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും പടം കണ്ടിട്ട്, ഇപ്പൊ ഞാനിതിട്ട് അഭിനയിച്ചുകൊണ്ട് ഞാൻ മാത്രം പൊക്കി പറയാന്ന് വിചാരിക്കും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങള് റിവ്യൂ എഴുതും കേട്ടോ. അപ്പൊ ഉടൻ തന്നെ ആ ഒരു ചിത്രത്തെ കുറിച്ച് സംസാരിച്ച് അവസാനിപ്പിച്ചു കളഞ്ഞു. പക്ഷേ നമ്മളിവിടോ ഇപ്പൊ ചോദ്യത്തിന് ഒരു വലിയ ശേഖരം തന്നെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഉപ്പുമുളകം എന്ന് പറയുന്ന ആ ഒരു സീരിയലിന്റെ വിശേഷം എന്താണെന്ന്. ശരിക്കും കുറെ നാൾക്ക് ശേഷം ഉപ്പുമുളക് എന്ന് പറയുന്ന ആ ഒരു സീരിയൽ വീണ്ടും ഹൃദയങ്ങളിൽ കയറി പറ്റിയിരിക്കുകയാണ്. ഉപ്പുമുളക് വീണ്ടും ഹിറ്റിലേക്കാണ്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉപ്പുമുളകും ഒരു ഫാമിലി സബ്ജക്റ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഫാമിലിയെ സ്നേഹിക്കുന്ന ലോകത്തെ ലോകം അവസാനിക്കുമ്പോൾ വരെ ഫാമിലിയെ സ്നേഹിക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? എത്രയൊക്കെ പുറത്ത് ചാടിത്തുള്ളി നടന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എന്തായാലും ഉപ്പുമുളക് ഇഷ്ടമായിരിക്കും. ഉപ്പുമുളക് ഇപ്പൊ ഏകദേശം 2000 ആവാറായിട്ടുണ്ട്. ഉപ്പുമുളക് 2000 എപ്പിസോഡ് ആവാറായി. ഉപ്പുമുളക് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര സീരിയലിന്റെ എപ്പിസോഡ് അടക്കം പറഞ്ഞു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയ ചേച്ചിയായ നിഷ സാരംഗ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ വിടുക. ഐ ആം വെയിറ്റിംഗ്.